എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ജൂൺ 2022 ജൂൺ 26 ഒരു വെള്ളിയാഴ്ചയാണ് ആദ്യമായി ഇവിടെ കടന്നു വരുന്നത്. എൻ്റെ ചേച്ചിയാണ് ഇങ്ങനെ ഒരു ആരാധന ഉണ്ടെന്നും ഇവിടെ കടന്നു വരുന്ന പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് കടന്നു വന്നു. അന്ന് ദേവദാസനോട് ഞങ്ങളെ വിഷയങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് സിസ്റ്റർ എന്ന് എണീക്കാൻ പറഞ്ഞിട്ട് എന്നോട് ആലോചന പറഞ്ഞു. ദൈവം നിങ്ങൾക്ക് 2022 തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലൊരു നിങ്ങൾക്ക് തലമുറ തരുമെന്ന് എന്നോട് ആലോചന പറഞ്ഞായിരുന്നു. അതിന് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഏറ്റെടുത്തു ആ വിഷയം. എല്ലാ ദിവസവും ആ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2022 അവസാനിക്കുവാൻ പിന്നെ ഏകദേശം 2 മാസങ്ങൾ കിടക്കുമ്പോൾ ഒക്ടോബറിൽ ഞങ്ങൾ ആലയത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് ദേവദാസിൽ കൂടെ ആലോചന തന്നിട്ട് ഇനി 2 മാസം കൂടെ ഉള്ള ഈ 2022 കഴിഞ്ഞു പോകുവാൻ ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് മറുപടി തന്നില്ലല്ലോ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ജോലി ചെയ്യുന്നത് ഒരു ഗൈനക്കോളജി ഡോക്ടറെ കൂടെയാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ പലരും പറഞ്ഞു, അവിടെ കാണിക്കുവാനും എല്ലാം പറഞ്ഞു. മാഡം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, എന്താണ് ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, ഞങ്ങൾക്ക് ഒരു മാസം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോ മാസം തള്ളി നീക്കിക്കൊണ്ടിരുന്നു. ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവനാമ എനിക്ക് സാക്ഷി പറയണം. അന്ന് ദേവദാസ് എന്നോട് പറഞ്ഞത്, ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്താൽ അത് സാക്ഷിയാകുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അതിന് പ്രകാരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എനിക്കൊരു പൈതലിനെ കിട്ടിയാൽ എനിക്കത് സാക്ഷി പറയാനോ കുഞ്ഞുങ്ങളില്ലാത്തവരോട് എനിക്കത് പറയാനോ എനിക്ക് കഴിയില്ല. അത് കാരണം എനിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടേ മതിയാവൂ. ഈ 2022 തന്നെ ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ദൈവനാമം എനിക്ക് ഉയർത്തുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ കാർഡ് വാങ്ങിച്ച് നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആവാൻ ദൈവം സഹായിച്ചു. മാഡത്തോട് സംസാരിച്ചു. ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ ദാനമായി തന്നു. ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞാൻ ഇന്നിവിടെ അതിനുശേഷം വെള്ളിയാഴ്ച ദിവസങ്ങൾ വന്നിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞുമായി ഇവിടെ വന്നിരിക്കുന്നതായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ദേവദാസിനും ഇവിടെ നിന്ന് ഫ്രണ്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കും. ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളോടായിട്ട് സംസാരിക്കും പോലെ തന്നെ ദൈവം ഞങ്ങൾക്ക് ധൈര്യം നൽകി ഞങ്ങളെ ഉറപ്പിച്ചു. അതിന് പ്രകാരം ഞങ്ങൾക്ക് ഇന്ന് സാക്ഷിയാകുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളുടേതായ ഓരോ വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന്. പേരെന്തോ സിസ്റ്ററെ? ഷെറിൻ. ബ്രദറിൻ്റെ പേര്? ബിബിൻ. സ്ഥലം കൂടെ പറഞ്ഞേ. സ്ഥലം എൻ്റെ വീട് പാലക്കുഴി, ഹസ്ബൻഡിൻ്റെ വീട് പനവിള, ചെങ്കൽച്ചുള. ആമേൻ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ ചെങ്കൽച്ചുള ഭാഗത്ത് താമസിക്കുന്നു. കഴിഞ്ഞ വർഷം 2022 ജൂലൈ മാസത്തിലല്ലേ? ജൂൺ മാസത്തിലെ ഈ ആലയത്തിൽ വന്ന് പിറ്റേ വർഷം ജൂൺ 6 തീയതിയാണ് ദൈവം ഞങ്ങൾക്ക് തലമുറ തന്നത്. ആമേൻ. കഴിഞ്ഞ ജൂണിൽ കുടുംബം ഈ ആലയത്തിൽ വന്നതിനോട് ഇങ്ങനൊരു വിഷയം പറഞ്ഞു, മാസ്റ്ററെ, ഞങ്ങൾക്ക് ഒരു തലമുറയില്ല, വിവാഹം കഴിഞ്ഞിട്ട് നാളുകളായി, 1.5 വർഷം കഴിഞ്ഞു, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചയിൽ ചില ആഴ്ചകൾ വരുമ്പോൾ തന്നെ കർത്താവ് ആലോചന പ്രിയദാസിക്ക് കൊടുത്തു. അതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച ഒക്ടോബർ മാസമാകുമ്പോൾ തന്നെ താൻ കൺസീവ് ആകാൻ റെഡിയെത്തിയിരുന്നു. ഈ ജൂണിൽ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം ആ കുടുംബത്തിന് നൽകി. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്കട്ടെ. ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇനിയും വിടുവിപ്പാൻ ദൈവത്തിന് കരുത്തുണ്ട്. ഇന്ന് പകലിൽ ഇതിനകത്തും തലമുറകളില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നൽകുവാൻ കരുത്തുള്ളൊരു കർത്താവ് ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവം അത് തുറക്കട്ടെ.